വല്ലപ്പുഴ, ഓങ്ങല്ലൂർ, മരുതൂർ, വാടാനാംകുറിശി, ആമയൂർ, കൊപ്പം, മുതുതല, പെരുമുടിയൂർ, കൊണ്ടൂർക്കര തുടങ്ങിയ വിവിധ ഇടങ്ങളിലാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ വ്യാഴാഴ്ച പ്രചരണം നടത്തിയത്. വോട്ടഭ്യർത്ഥിച്ചും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയുമായിരുന്നു എ വിജയരാഘവന്റെ പര്യടനം. വിവിധ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണമൊരുക്കിയിരുന്നു. പടക്കം പൊട്ടിച്ചും ഹാരാർപ്പണം നടത്തിയുമൊക്കെയാണ് സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ സ്വീകരിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ പര്യടനത്തിനെത്തിയ വേളയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും CPM-ലേക്ക് വന്ന പ്രവർത്തകരെ സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ഹാരാർപ്പണം നടത്തി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഇപ്പോൾ കേന്ദ്രം നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തെ നാളത്തെ ഇന്ത്യ മാറ്റുമെന്ന് കൊണ്ടൂർക്കരയിൽ നടന്ന പ്രചാരണത്തിൽ എ വിജയരാഘവൻ പറഞ്ഞു. ലോകാവസാനം വരെ BJP-യാണ് ഇന്ത്യ ഭരിക്കുക എന്നോർത്താണ് കോൺഗ്രസുകാർ BJP-യിലേക്ക് പോകുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. ഒരു പൗരത്വ പരിശോധന നടത്തി ലക്ഷക്കണക്കിന് മുസ്ലിമിനെ ഓരോ നാട്ടിൻ പ്രദേശത്തും ഇന്ത്യക്കാരല്ലാതാക്കി അഭയാർത്ഥികളാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനിടയുണ്ട് എന്ന ആശങ്ക നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായും അത്തരം ഒരു അപകടം രാജ്യത്ത് സംഭവിക്കാതിരിക്കാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരെയും ഒരുമിപ്പിച്ചു നിൽക്കുന്ന കരുത്തായി പാർലമെന്റ് ഇടതുപക്ഷ അംഗങ്ങൾ കൂടുതലായി വിജയിച്ച ചെന്നെത്തണ്ട് പ്രതിരോധിക്കും. ഇന്ന് BJP നടപ്പിലാക്കിയ ഈ പൗരത്വ ഭേദഗതി നിയമം നാളത്തെ ഇന്ത്യ മാറ്റുക തന്നെ ചെയ്യും എന്ന ആത്മവിശ്വാസമാണ് ജനങ്ങൾക്ക് നൽകാൻ ഞാൻ ശ്രമിക്കുന്നത്. ആരും കരുതിപ്പോകരുത് ലോകാവസാനം വരെ BJP ആയിരിക്കും. അങ്ങനെ കരുതുന്നവരുണ്ട്. ലോകാവസാനം വരെ BJP-ആണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് കോൺഗ്രസുകാർ കാലുമാറി BJP ചെയ്തത്. അവരതായിരിക്കുന്നത് എന്നും ഈ BJP-ആണ്. ഞങ്ങൾ അങ്ങനെയല്ല. ലോകാവസാനം വരെ BJP-ആണ് എന്ന് ചിന്തിച്ച് BJP-യെ ഭയപ്പെട്ട് ജീവിക്കാനല്ല, BJP-യോട് ഏറ്റുമുട്ടി ജീവിക്കാനാണ് ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം.